നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിലേക്ക് സ്വാഗതം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ലോകാഖിലഗതിദായകവും. ഈ ഭൂമിയിലെ ലോകത്തിൻ്റെ സർവ്വലോകത്തിൻ്റെയും എല്ലാ ലോകങ്ങളുടെയും ഗതി നിയന്ത്രിക്കുന്നത് ഓംകാരമാകുന്നു, പ്രണവമാകുന്നു എന്നാണ് ഈ വരികളിൽ അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെ എല്ലാ ഇടങ്ങളിലെയും എല്ലാ കാര്യങ്ങളുടെയും ദൈനംദിന കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും ഗതി, ഭൂമിയിൽ നടക്കുന്ന സകല കർമ്മങ്ങളുടെയും സംഭവങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഗതി നിയന്ത്രിക്കുന്നത്, അത് നിശ്ചയിക്കുന്നത്, എങ്ങോട്ട് പോകണം എങ്ങനെയാകണം എന്ന് നിശ്ചയിക്കുന്നത് ഓംകാരമാകുന്നു. ഓംകാരത്തിന് കീഴിലാണ് ഈ സർവ്വകാര്യങ്ങളും നടക്കുന്നത്. നമുക്ക് ജ്ഞാനപ്പാനയിലേക്ക് വരാം. കർമ്മങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങൾക്കും മോക്ഷം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം തന്നെ ഈ ഓംകാരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാം നൽകുന്നത് നമ്മുടെ ഭൂമി ദേവിയാണ്. ഭൂമിദേവിയുടെ മഹാത്മ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇന്ന് നമുക്ക് വരികൾ ശ്രദ്ധിക്കാം. വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്ന ഭൂമിയായി. രണ്ടുപേരും മാത്രമാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ കാര്യം തന്നെയാണ്. ലോകനാഥൻ്റെ, വിശ്വനാഥൻ്റെ, മഹേശ്വരൻ്റെ മൂലപ്രകൃതിയായിട്ടാണ് ഭൂമി വിളങ്ങുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ സർവചരാചരങ്ങളെയും സർവചരാചരങ്ങളുടെ സവിശേഷതകളെയും കർമ്മങ്ങളെയും സർവചരാചര കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് ഭൂമിയാണ്, ഗതി നിയന്ത്രിക്കുന്നത് എന്ന് നാം പറഞ്ഞത്. വിശ്വേകനാഥനായ പരമാത്മാവിൻ്റെ മൂലപ്രകൃതിയായ മായയുടെ പ്രത്യക്ഷ രൂപമാണ് ഭൂമിയുടെ രൂപത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? വിശ്വേകനാഥനായ പരമാത്മാവിൻ്റെ മൂലപ്രകൃതിയായ മായയുടെ, മായയിൽ നിന്നാണല്ലോ എല്ലാം ഉത്ഭവിക്കുന്നത്. മായ തന്നെയാണല്ലോ എല്ലാം. സർവവും മായ, ജഗത് മിഥ്യ എന്നൊക്കെ പറയുന്നത് പോലെ ആ മായയുടെ പ്രത്യക്ഷ രൂപത്തിൽ വിളങ്ങുന്നതാണ് ഭൂമി. ഭൂമിദേവിയെ നാം മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ടാണല്ലോ, ലക്ഷ്മി ദേവി, എല്ലാം ഭൂമിദേവി, ദേവീ രൂപം എല്ലാം ഒന്നാണ്. ആദിപരാശക്തിയായ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. മൂലപ്രകൃതി എന്നാൽ മൂലതത്വം. വിശ്വനാഥൻ്റെ, പരമാത്മാവിൻ്റെ മൂലപ്രകൃതിയായ മായ എന്ന് പറയുമ്പോൾ, മായ എന്ന് പറഞ്ഞാൽ മൂലതത്വം, അടിസ്ഥാന തത്വം, പ്രകൃതിയുടെ പ്രകൃതി നിയമം, എങ്ങനെ ചലിക്കണം, എന്ത് നടക്കണം, ഗതി ഓംകാരം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതും ഈ വരികളുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്, സാമ്യതയാണുള്ളത്. ഓംകാരം ലോകഗതി നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് നടക്കണം, ഭൂമിയിൽ നടക്കുന്നതിൻ്റെ എല്ലാം ഗതി നിയന്ത്രിക്കുന്നത് ഭൂമിയാണ്, ഭൂമി ദേവിയാണ്. അത് വിശ്വേകനാഥൻ്റെ മൂലതത്വത്തിൻ്റെ മായയാകുന്ന മൂലതത്വത്തിൻ്റെ പ്രത്യക്ഷമായ രൂപമാണ് ഭൂമി എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ അഖിലാണ്ട ബ്രഹ്മം എന്നും ഒക്കെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഭൂമിയെ തന്നെയാണ്. ഇവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വരികളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം. സർവേശ്വരൻ്റെ നാമത്തിൽ സർവേശ്വരൻ ഏവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണമായ ഒരു ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ. നമസ്കാരം. ശുഭസുദിനം.